സ്പെയിനിലെ സെവിയയിൽ വർഷത്തിൽ ഒരിക്കൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു അപൂർവ കാഴ്ചയാണിത്. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം, വിശ്വാസം, കല, സംഗീതം, ഭക്തി എല്ലാം ഒരുമിച്ച് കാണാനും അനുഭവിക്കാനും പറ്റുന്ന ഹോളി വീക്ക് അല്ലെങ്കിൽ സമാന സാന്ത. ഈ ഒരു ആചാരത്തിനെ പറ്റി അധികം ആളുകൾ കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈസ്റ്ററിന് മുമ്പുള്ള ഒരാഴ്ചയാണ് സമാന സാന്ത അല്ലെങ്കിൽ ഹോളി വീക്ക്. പാം സൺഡേ തൊട്ട് ഈസ്റ്റർ സൺഡേ വരെ നൂറ്റാണ്ടുകളായി ഒരു മാറ്റവും ഇല്ലാതെ ഇന്നും തുടരുന്ന ഒരു പാരമ്പര്യം എന്ന് വേണമെങ്കിൽ പറയാം. ജീസസ് ക്രൈസ്റ്റ് അവസാന കാലങ്ങളിൽ അനുഭവിച്ച സഫറിങ്സും അതിനുശേഷമുള്ള മരണവും പിന്നെ ഉയർത്തെഴുന്നേൽപ്പും ഒക്കെ ചിത്രീകരിച്ച് രഥങ്ങൾ പോലെ, സ്പാനിഷ് ഭാഷയിൽ പറയുകയാണെങ്കിൽ പാസോസ് എന്നാണ് പറയുക, വളരെയധികം അലങ്കരിച്ച സ്റ്റാച്യൂസൊക്കെ ആയിട്ടുള്ള ഒരു പ്രൊസഷനാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ആഘോഷം. ഇതൊക്കെ പ്രൊസഷന് കൊണ്ടുപോകാനായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റാച്യൂസാണ്. ഈ പ്രൊസഷൻ ഓർഗനൈസ് ചെയ്യുന്നത് ഇവിടുത്തെ ഓരോ ചാപ്പൽ അല്ലെങ്കിൽ ബസലിക്ക, ചേർച്ചിലൊക്കെയുള്ള റിലീജിയസ് ബ്രദർഹുഡാണ്. അപ്പോൾ ബ്രദർഹുഡ് എന്താണെന്ന് പറയാം. ബ്രദർഹുഡ് എന്ന് പറഞ്ഞാൽ റിലീജിയസ് ആയിട്ടുള്ള കുറച്ച് കാത്തലിക്സിൻ്റെ ഒരു കൂട്ടായ്മയാണ്. അവരുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ട്രഡീഷൻസ് മുമ്പോട്ട് കൊണ്ടുപോവുക, പിന്നെ ഈ ഹോളി വീക്കിൻ്റെ പ്രിപ്പറേഷൻസ്, പിന്നെ ചാരിറ്റബിൾ വർക്ക്, അങ്ങനെയൊക്കെയാണ്. സെവിയയിൽ ഏകദേശം ഒരു 60 ബ്രദർഹുഡ് ഉണ്ട്. ഓരോ ബ്രദർഹുഡും ഓരോ ചാപ്പൽ അല്ലെങ്കിൽ ചേർച്ച് അല്ലെങ്കിൽ ബസലിക്കൽ അറ്റാച്ച്ഡ് ആയിരിക്കും. കൊഫ്രാഡിയ അല്ലെങ്കിൽ ഹെർമൻഡാഡ് എന്നാണ് ഇവർ സ്പാനിഷ് ഭാഷയിൽ ബ്രദർഹുഡിന് പറയുക. ചിലതൊക്കെ ജനറേഷൻസ് ആയിട്ട് കൈമാറി 100 കൊല്ലം 120 കൊല്ലം പഴയ ബ്രദർഹുഡൊക്കെ ഉണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഫ്ലോട്ടിൽ വെക്കുന്ന സ്റ്റാച്യൂസും 100-120 കൊല്ലം പഴക്കമുള്ള സ്റ്റാച്യൂസൊക്കെ ഉണ്ട്. കൂർത്ത തൊപ്പി വെച്ചിട്ടുള്ള ഒരു മുഖം മൂടി ധരിച്ചിട്ടാണ് ഇവിടെ പ്രൊസഷൻ നടത്തുന്നത്. അത് നമുക്ക് ആദ്യം വളരെ അത്ഭുതമായിട്ട് തോന്നി. അത് എന്തിനാണെന്ന് മനസ്സിലായില്ല. ഒരു കൗതുകം തോന്നി. ഞങ്ങളത് പിന്നീടാണ് അതിനെപ്പറ്റി മനസ്സിലാക്കിയത്. അങ്ങനെ വയ്ക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സ്വന്തം വ്യക്തിത്വത്തെ മറച്ചു വെച്ചിട്ട് ദൈവത്തെ ഓർക്കാനായിട്ട് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ മുഖം മൂടി ധരിക്കുന്നത്. ദൈവത്തിൻ്റെ മുമ്പിൽ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വലുതെന്നോ ചെറുതെന്നോ ഒന്നും വ്യത്യാസമില്ല എന്നാണ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്നൊരു മെസ്സേജ്. ഓരോ ബ്രദർഹുഡിനും ഓരോ കളറുകളാണ്. ഈ സമാന സാന്ത എന്താണെന്നോ അത് ഇത്രയും വലിയൊരു ട്രഡീഷൻ ആണെന്നോ ഒന്നും നമുക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് ഇതൊക്കെ നമുക്കൊരു അത്ഭുത കാഴ്ചയായിരുന്നു. പിന്നീടാണ് നമുക്കിതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയും ഇതിൻ്റെ കഥകളും ചരിത്രങ്ങളും ഒക്കെ മനസ്സിലായത്. ഇത് മെട്രോപോൾ പാരസോളിൻ്റെ അടുത്തുള്ള ഒരു ചേർച്ചിൽ നിന്ന് തുടങ്ങുന്ന ഫ്ലോട്ടാണ്. ഒരു പ്രത്യേകതരം മ്യൂസിക്കും ഒരു പ്രത്യേക മൂവ്മെൻറ്റുമാണ് ഈ പ്രൊസഷനുള്ളത്. ഏകദേശം 1 ടണ്ണോളം വെയിറ്റ് ഒക്കെയുള്ള ഈ ഫ്ലോട്ടുകൾ താങ്ങി നിർത്താനായിട്ട് താഴെ കുറേ ആളുകളുണ്ട്. അവരാണ് ഈ മ്യൂസിക്കിനനുസരിച്ച് ഈ ഫ്ലോട്ടിനെ പതുക്കെ പതുക്കെ മൂവ് ചെയ്യുന്നത്. ആ മ്യൂസിക്കിനും ആ മൂവ്മെന്റ്സിനും ഒരു പ്രത്യേകതയുണ്ട്. ഈ സിറ്റിയിലെ ഓരോ ഭാഗത്തു നിന്നുള്ള ബ്രദർഹുഡിനും അവരവർക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ടൈം അനുസരിച്ചാണ് ഈ പ്രൊസഷൻ നടത്തുക. ചിലർക്ക് പകലായിരിക്കും, ചിലർക്ക് രാത്രിയായിരിക്കും. ഈ ഹോളി വീക്കിൻ്റെ 7 ഡേയ്സിലും പ്രൊസഷൻ ഉണ്ടാവും. ഇത് കാണാനായിട്ട് റോഡിൻ്റെ ഇരുവശങ്ങളിലും ധാരാളം ആളുകൾ, മണിക്കൂർ കണക്കിന് കൊച്ചുകുട്ടികളും വയസ്സായവരും ഒക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ആ ടൈമിൽ റോഡൊക്കെ ക്ലോസ് ചെയ്തിട്ട് ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊന്നും സമ്മതിക്കില്ല. ആ പ്രൊസഷൻ പോകുന്നവരെ നമ്മളവിടെ വെയിറ്റ് ചെയ്യണം. ക്രൗഡ് കൺട്രോൾ ചെയ്യാൻ ധാരാളം പോലീസുകാരും അതുപോലെ സീനിയർ സിറ്റിസൺസിനും കൊച്ചുകുട്ടികൾക്കൊക്കെ ഇരിക്കാനായിട്ട് കസേരയും പിന്നെ അങ്ങനെയൊക്കെ അവർ വെച്ചിട്ട് നന്നായിട്ട് അവർ ക്രൗഡ് മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു 2 to 3 hours ഇങ്ങനെ ഈ പ്രൊസഷനൊക്കെ കണ്ട് നടന്നു. പക്ഷെ ആ സമയത്തൊന്നും ഒരു മിസ്ബിഹേവിയറോ അല്ലെങ്കിൽ ഒരു വഴക്കുകളോ അങ്ങനത്തെ ഒന്നും അവിടെ കാണാൻ പറ്റിയില്ല. വേസ്റ്റ് മാനേജ്മെൻറ്റും ഒക്കെ വളരെ നന്നായിട്ട് അവർ ചെയ്യുന്നത്. പക്ഷേ സ്മോക്കിംഗ് ഒരു പ്രശ്നമായിരുന്നു. അവിടെ നമ്മളിങ്ങനെ വളരെ തിരക്കിലൊക്കെ നിൽക്കുന്ന സമയത്ത് എല്ലാവരും സ്മോക്ക് ചെയ്യും. അപ്പോൾ അത് നമുക്കൊരു സഫക്കേഷൻ തോന്നിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഈ ഒരു ഫംഗ്ഷൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ഫെസ്റ്റിവലോ അല്ലെങ്കിൽ ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു സെറിമണി മാത്രമല്ല, പക്ഷേ ഇത് ഓരോ സ്പാനിഷ് പൗരൻ്റെയും എനിക്ക് തോന്നുന്നു ഒരു ഫീലാണ്, ഒരു ഇമോഷനാണ്. ജനറേഷൻസ് ആയിട്ട് അവരിങ്ങനെ കണ്ടുവരുന്നതും അവരുടെ ട്രഡീഷനും എല്ലാം കൂടിയിട്ട് ഒരു മിക്സഡ് ഫീലിംഗ് ആണ് അവർക്കുള്ളത്. കാര്യം അത്രയധികം ഇമോഷണലി അവർ ഇതിനകത്ത് അറ്റാച്ച്ഡ് ആണ്. ബൈബിളിൻ്റെ ഓരോ സീനുകളാണ് ഇവരിങ്ങനെ ഓരോ സ്റ്റാച്യു ഒക്കെ ആയിട്ട് ആ ഉള്ളത്. അപ്പോൾ ഈ ചേർച്ചിലൊക്കെ അത് ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടിട്ട് ധാരാളം ആളുകൾ അത്രയും ഇമോഷണലായിട്ട് അവിടെ നിന്ന് കരയുന്ന ഒക്കെ കണ്ടിരുന്നു.
സെവിയയിൽ കാത്തലിക്സ് മാത്രമല്ല വേറെ വിഭാഗങ്ങളിലുള്ള ക്രിസ്ത്യൻസും ധാരാളമുണ്ട്. പിന്നെ ജ്യൂസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, ഒരു വിഭാഗങ്ങളില്ലാത്ത റിലീജിയനെ ഇല്ലാത്ത കുറേ ആളുകളുണ്ട്. പക്ഷേ ഈ ഒരു ഫെസ്റ്റിവല് എല്ലാ സ്പാനിഷ് സെവിയയിലുള്ള ഓരോ ആളുകളുടെയും ഒരു ഫെസ്റ്റിവൽ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാര്യം അത്രയധികം ഇൻവോൾവ്മെന്റും പാർട്ടിസിപ്പേഷനും കോപ്പറേഷനും എല്ലാം ഉണ്ടായിരുന്നു. ഇതിന്റെ പിന്നിൽ ഒരു ട്രഡീഷൻ മാത്രമല്ല, ഓരോ ആളുകൾക്കും ഇതിനകത്തുള്ള ഒരു ഡെഡിക്കേഷൻ, അതുപോലെ പാഷൻ, ഇമോഷൻ എല്ലാം ഇതിനകത്ത് കൗണ്ട് ചെയ്യും. മോണ്ടി തേഴ്സ്ഡേയുടെ അന്ന് രാത്രി മിഡ് നൈറ്റിൽ ലാ മെക്രീന എന്ന് പറഞ്ഞ് ഈ ബസലിക്കയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന 16th സെഞ്ച്വറിയിൽ വുഡിൽ തീർത്ത വെർജിൻ മേരിയുടെ സ്റ്റാച്യു ആയിട്ട് പോകുന്ന പ്രൊസഷനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രൊസഷൻ. അത് ഗുഡ് ഫ്രൈഡേയുടെ അന്ന് രാവിലെയാണ് തിരിച്ച് ഈ ബസലിക്കയിൽ എത്തുക. ഈ എല്ലാ സ്ഥലങ്ങളും ബ്ലോക്ക് ചെയ്ത് പ്രൊസഷൻ നടത്തുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വീണ്ടും തിരിച്ച് റൂമിലേക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ വഴി കൂടിയൊക്കെ ട്രൈ ചെയ്ത് അവസാനം സെവിയ കത്തീഡ്രലിന്റെ മുമ്പിലെത്തി. രാത്രി ഫുൾ ലൈറ്റ് ഒക്കെ ചെയ്തിട്ടുള്ള സെവിയ കത്തീഡ്രലിന്റെ വ്യൂവും അതിമനോഹരം തന്നെയായിരുന്നു. ഏറ്റവും സന്തോഷം തോന്നിയ എന്താന്ന് വെച്ചാൽ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ആചാരത്തിന്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും കാണാനും ആസ്വദിക്കാനും അറിയാനും പിന്നെ അവിടുത്തെ ആളുകളുടെ കൂടെ തന്നെ നമുക്ക് അത് ആസ്വദിക്കാനും ഒക്കെ പറ്റിയത് തന്നെയാണ്. ഈ ഒരു ട്രഡീഷൻ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ നാട്ടിലെ തൃശ്ശൂർ പൂരമാണ്. ലോകം മുഴുവൻ അറിയപ്പെടുന്ന തൃശ്ശൂർ പൂരം ഓരോ മലയാളികളുടെയും ഒരു അഭിമാനം തന്നെയാണ് അല്ലേ? എക്സാക്ട്ലി അതുപോലെ തന്നെയാണ് ഈ സമാന സാന്ത സ്പാനിഷ് ആളുകൾക്ക്. അങ്ങനെ ഇതെല്ലാം കണ്ട് വളരെ സന്തോഷത്തോടെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഞങ്ങൾ തിരിച്ചുപോയി. അപ്പോൾ ഇനി അടുത്ത ദിവസം വേറെ ഇവിടുത്തെ വീഡിയോ നല്ല നല്ല വീഡിയോകളായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.